ഒരു 3 ദിവസം എന്നെ പറഞ്ഞു വിട്ടു, അന്ന് തന്നെ പറഞ്ഞു വിട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ജോണി അണ്ണി വീണ്ടും വിളിച്ചിട്ട് പറയുന്നു, എടാ നിനക്ക് ഇതിൻ്റെ അകത്തൊരു വേഷമുണ്ട്, മമ്മൂട്ടിയുടെ കാമുകിയെ കല്യാണം കഴിക്കുന്ന വേഷമാണ്. ആരാണ് അണ്ണ കാമുകി? അത് ആൻഡ്രിയ ജനീലയാണ് കാമുകി എന്ന് പറയുന്നത്. ആ ഒറ്റ സീനേ ഉള്ളൂ, പക്ഷേ നല്ല കിടില സീനാണ്. മമ്മൂക്ക പള്ളിയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ ആണ്, നിങ്ങൾ കിളത്താൻ വേണ്ടി വിളിച്ചതല്ലേ എന്നുള്ള ഒരു സെറ്റപ്പിൽ പറഞ്ഞു. ഇല്ലടാ, ഞാൻ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഫോൺ ഞാൻ മമ്മൂട്ടിയാണ്, ആ ഒരു ബാസ് സൗണ്ടാണ്. ഞാൻ അന്ന് കണ്ടു നിങ്ങൾ വലിയ വിഷമിച്ച പുള്ളി. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് മഹാ അഹങ്കാരിയാണ്, ജാടയാണ്, മറ്റതാണ് മറിച്ചാണെന്ന് കേട്ടിട്ടുള്ള ഒരാളാണ് പുള്ളി. അന്ന് ഒരു എനിക്കൊന്ന് ചുവന്ന പോഷയിലും കണ്ടാണ് വന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്നിട്ട് എൻ്റെ വണ്ടിയുടെ കാര്യമൊക്കെ ഒന്ന് ചോദിച്ചു. ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഷൂട്ടിന് പോകുന്ന അന്നത്തെ പഴയ ഫോർച്യൂണറാണ്, പക്ഷേ അന്ന് 4x4 വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ മമ്മൂട്ടിയാണ്, മറ്റേ സാധനം വന്ന് ചെയ്തിട്ട് പോകും, അത് നല്ല സാധനമാണ് എന്ന് പറഞ്ഞു. അത് എൻ്റെ ലൈഫിൽ എനിക്കതൊരു വലിയ മറക്കാൻ പറ്റും. അത് ജോണി ആൻ്റണി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് അദ്ദേഹം നന്മയോട് കൂടി ഒരു കാര്യം പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഗൂസ്ബംപ് അങ്ങനെ അക്കല രോമങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്ന് ഞാൻ ചിനി ഏതെങ്കിലും മിമിക്രിക്കാരെ വേണ്ടി പറ്റിച്ചാണോ